ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് കേസ് സംഗീത് ലോട്ടറി ഡയറക്ടറേറ്റിലും സമാനമായ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വ്യാജ ഒപ്പ് ചെക്കിൽ രേഖപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ജീവനക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ക്യാൻസർ രോഗി എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പ് വീരനാണ് ആറ്റിങ്ങൽ മാമം സ്വദേശി കെ സംഗീത് എന്നാണ് വിജിലൻസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. 2018-19 വർഷം ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ശേഷം ഡയറക്ടറേറ്റിലെത്തിയ പ്രതി അവിടെയും സമാന തട്ടിപ്പ് നടത്തി. ലോട്ടറി ഡയറക്ടറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ കള്ള ഒപ്പിട്ട് ചെക്ക് മാറി. അന്വേഷണം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഈ ഫയലുകൾ നശിപ്പിച്ചു. ജീവനക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ക്യാൻസർ രോഗിയായി അഭിനയിച്ചെന്നും ആഭ്യന്തര അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തെന്ന് വിജിലൻസ് പറഞ്ഞു. സ്ഥാനക്കയറ്റം ലഭിച്ചാൽ സ്ഥലം മാറ്റം കിട്ടുമെന്ന് കരുതി അതും വേണ്ടെന്ന് വെച്ചു. 6 മാസം കൂടുന്തോറും നടക്കുന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ തട്ടിപ്പ് പിടിക്കപ്പെടാതിരിക്കാൻ ഫയലുകൾ തിരിമറി നടത്തി. ഓഫീസ് ഫയലുകൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് സംഗീതിന്റെ പതിവെന്നാണ് വിജിലൻസ് പറയുന്നത്. ഇങ്ങനെയും ഇയാൾ നിരവധി ഫയലുകൾ മുക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ക്ലർക്കായ ഇയാൾ തിരുവനന്തപുരം സിറ്റിയിൽ 2 വീടുകൾ വാങ്ങിയെന്നും ഇത് അഴിമതിപ്പണം കൊണ്ടെന്നുമാണ് ആരോപണം. നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് പ്രതി. ഇതും വ്യാജമാണോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം.